ഈ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ വന്നാൽ എല്ലാവരും പ്രതീക്ഷിച്ചത് കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ കെ സുധാകരൻ സ്ഥാനാർത്ഥിയാവുമെന്നാണ്. കോൺഗ്രസ് പ്രവർത്തകർ മാത്രമല്ല, മറ്റു പാർട്ടിക്കാരും പ്രതീക്ഷിച്ചത് അങ്ങനെയായിരുന്നു. കണ്ണൂർ മണ്ഡലം UDF തിരിച്ചുപിടിക്കും കെ സുധാകരനിലൂടെ എന്നതായിരുന്നു ഞങ്ങൾ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ പ്രതീക്ഷിച്ചത്. മാത്രമല്ല, അങ്ങും ഒരു ഘട്ടത്തിൽ കണ്ണൂർ മത്സരിക്കും എന്ന് പറഞ്ഞ ഒരു ഘട്ടം ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെയാണ് ഇതാകെ മാറി മറിഞ്ഞു പോയത്? അത് പാർട്ടി തലത്തിലൊരു തീരുമാനം വന്നു. MP-മാരായ ആളുകൾ ആരും അസംബ്ലിയിലേക്ക് മത്സരിക്കണ്ട. ആ തീരുമാനം അവസാനത്തെ നേതൃത്വത്തിൻ്റെ നിർദ്ദേശമായി മാറിയപ്പോൾ സ്വാഭാവികമായും എനിക്ക് മാറി നിൽക്കേണ്ടി വന്നു. പിന്നെ പാർട്ടി തീരുമാനത്തെ ചലഞ്ച് ചെയ്യുക, ചോദ്യം ചെയ്യുക എന്നുള്ളത് എൻ്റെ കീഴ്വഴക്കമല്ല. പാർട്ടിയെ അംഗീകരിച്ചും പാർട്ടിക്ക് വിധേയമായും പ്രവർത്തിക്കുന്ന ഒരു പ്രവർത്തകനാണ് ഞാൻ. AICCയുടെ നേതാക്കന്മാരാണ് ഈ തീരുമാനമെടുക്കുന്നത്. ഓൾ ഇന്ത്യ തലത്തിൽ തീരുമാനമെടുത്ത നേതാക്കന്മാരുടെ തീരുമാനത്തെ അത് വെല്ലുവിളിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നത് ഒരു പാർട്ടിക്ക് അച്ചടക്കമുള്ള ഒരു പാർട്ടി പ്രവർത്തകൻ്റെ ഉത്തരവാദിത്വമല്ല എന്ന തിരിച്ചറിവ് എന്നെ മനപ്രയാസത്തോടുകൂടി അല്ലാതെ തന്നെ നമ്മൾ അതിൻ്റെ തീരുമാനം സ്വീകരിക്കാനുള്ള ഒരു പതനത്തിലേക്ക് എന്നെ എത്തിച്ചിട്ടുണ്ട്. ഈ കേസ് ഒരു പ്രധാനപ്പെട്ട കാര്യം, അങ്ങായിരുന്നുവെങ്കിൽ ഒരു മണ്ഡലം സുഖമായി UDFന് തിരിച്ചു പിടിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇത്തരം നേതാക്കളെല്ലാം കേരളത്തിൽ ഭരണം കിട്ടാൻ വേണ്ടിയാണല്ലോ മത്സരിക്കുന്നത് UDF. അപ്പോൾ ഇത്തരം വിജയ സാധ്യതകൾ, വിന്നബിലിറ്റി, ഉദാഹരണത്തിന് CPM പോലും അവരുടെ ടേം വ്യവസ്ഥ മാറ്റിവെച്ചു വരും. കാരണം അവർക്ക് ഭരണ തുടർച്ച ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അപ്പൊ അങ്ങനെ ഒരു വിന്നബിലിറ്റി ആലോചിക്കേണ്ടതല്ലേ ഇതിൽ? അത് പാർട്ടിയാണ് ചെയ്യേണ്ടത്, ഞാനല്ല. അത് പാർട്ടി ചിന്തിക്കണം. പാർട്ടി ചിന്തിച്ച് പാർട്ടി എടുക്കേണ്ട തീരുമാനമാണ് ഇപ്പം നിങ്ങളുടെ പ്രതികരിച്ചത്. ആ തീരുമാനം എൻ്റെതല്ല, അത് പാർട്ടി തീരുമാനമാണ്. പാർട്ടി തീരുമാനമെടുത്തില്ലെങ്കിൽ ഞാനല്ല അതിന് ഉത്തരവാദി, പാർട്ടിയാണ്. അങ്ങനെയാണ് ഏറ്റവും കൂടുതൽ കേരളത്തിൽ പ്രവർത്തകർ ആവേശത്തോടുകൂടി ഉയർത്തുന്ന നേതാവ്. ഇപ്പം കരളെ സുധാകര എന്ന് വിളിക്കുന്ന സാധാരണ VS-നൊക്കെ കിട്ടുന്ന മുദ്രാവാക്യമാണ്. ആ മുദ്രാവാക്യം നമ്മൾ കേൾക്കാറുണ്ട്. കണ്ണൂരിന്റെ പുലിക്കുട്ടി എന്ന് നമ്മൾ കേൾക്കാറുണ്ട്. അങ്ങനെ പ്രവർത്തകർ വൈകാരികമായി വിളിക്കുന്ന ഒരു നേതാവിന് നേതൃത്വത്തിൽ നിന്നും ഇങ്ങനെ ഒരു അവഗണന ഉണ്ടായാൽ, ഒരാഹ്വാനവും ഇല്ലാതെ തന്നെ പ്രവർത്തകർ ബാലറ്റിൽ പ്രതിഷേധിക്കില്ലേ? അല്ല, ബാലറ്റിൽ പ്രതിഷേധിക്കുന്നത് പാർട്ടിക്ക് ഗുണമല്ലല്ലോ. അപ്പോൾ സ്വാഭാവികമായി എൻ്റെ അടുക്ക് വന്ന അഭിപ്രായം ചോദിക്കാറുണ്ട്. അഭിപ്രായം ചോദിക്കുമ്പോൾ ഞാൻ പറയാറ്, പാർട്ടിക്ക് ഗുണകരമായ തീരുമാനം മാത്രമേ നിങ്ങൾ കൈക്കൊള്ളാവൂ. അതല്ലാതെ പാർട്ടിക്ക് ദോഷം വരുന്ന ഒരു തീരുമാനവും ഒരിക്കലും ഒരു കാലത്തും നിങ്ങൾ എടുക്കാൻ പാടില്ല. പാർട്ടിയാണ് നമുക്ക് വലുത്. പാർട്ടി തീരുമാനം അന്തിമമായ തീരുമാനമായി നിങ്ങൾ മുഖവിലക്കെടുക്കണം എന്ന ഉപദേശമേ ഞാൻ കൊടുക്കാറുള്ളൂ. അല്ല, കെ സുധാകരൻ എപ്പോഴും ഒരു കേഡർ സ്വഭാവമുള്ള നേതാവാണ്. വളരെ അച്ചടക്കമുള്ള സേനയെ പോലെ. ഇതൊരു കേഡറിന്റെ ഒരു പ്രതികരണമാണ് ഞാൻ ഈ കൊടുത്തത്. അതെ, പക്ഷേ ഇതല്ലാത്ത ഒരു മാസുണ്ട് അങ്ങേക്കൊപ്പം ഉള്ള. കാരണം എനിക്ക് തോന്നുന്നത് കോൺഗ്രസിലല്ലാത്ത ഒരു വിഭാഗവും അങ്ങേക്കൊപ്പം അനുയായികളുണ്ട്. കണ്ണൂർ സിറ്റിയിൽ പോയാൽ അല്ലെങ്കിൽ മറ്റു സ്ഥലത്ത് പോയാൽ നമുക്ക് കാണാം. അത്തരം ആൾക്കാർക്ക് ഇതൊരു മുറിവേൽപ്പിക്കലാണ്, ഒരു അവഗണിക്കലാണ് എന്ന് തോന്നി പ്രതികരിച്ചാൽ അത് മൊത്തം മുന്നണിയെ ബാധിക്കില്ലേ? ബാധിക്കും. പക്ഷേ അതിനു മുമ്പ് നമ്മൾ പ്രചരണം ചെയ്യും. എല്ലാ ആളുകൾക്കും അതിനുള്ള ഇൻഫർമേഷൻ നമ്മൾ പാസ് ചെയ്യും. മറ്റൊരു തരത്തിലും തീരുമാനിക്കരുത്, മറ്റൊന്നും ചർച്ച ചെയ്യരുത്, മറ്റൊന്നും തീരുമാനമായി എടുത്ത് പാർട്ടിക്ക് വേണ്ടി പാർട്ടിയുടെ നിലവാരം കുറക്കരുത് എന്ന ഒരു സന്ദേശം നമ്മൾ എല്ലാ ഭാഗത്തും കൊടുക്കാറുണ്ട്.